ഹലോ, എന്താണ് ക്രിസ്മസ് എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ക്രിസ്മസിൻ്റെ തലേ ദിവസവും ക്രിസ്മസിൻ്റെ അന്നും നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ച്. അപ്പം അങ്ങനെ എടുത്താട്ടോ. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ ട്രീ ഒക്കെ ഒന്ന് വീഡിയോ എടുത്തേ. ഞാൻ ആദ്യമായിട്ട് ഒരു ട്രീ ഉണ്ടാക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കുന്നത് ഞാൻ ഏറ്റവും പോലെ ചെയ്യാറുണ്ടായിരുന്നു. ഇതുപോലെ ഒരു ട്രീ മേടിക്കുന്നതൊക്കെ ആദ്യമായിട്ട്. അപ്പം അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഫസ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടേ എല്ലാം നന്നായിട്ടൊന്ന് ക്യാപ്ചർ ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2025 ലാസ്റ്റ് ക്രിസ്മസ് ഒന്നും ആകെ കൂടെ ഒരു ക്രിസ്മസ് അല്ലേ ഉള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് ഇടയ്ക്ക് എടുത്ത് കാണാമല്ലോ. അടുത്ത ക്രിസ്മസിന് നോക്കും നമ്മളിങ്ങനെയൊക്കെ ചെയ്തിരുന്നു അല്ലേ എന്നൊക്കെ നമുക്കെടുത്ത് കാണാമല്ലോ. അപ്പം നമ്മുടെ ലൈറ്റിങ് ട്രീയുടെ വീഡിയോ എനിക്ക് എത്ര എടുത്തിട്ട് എനിക്ക് മതിയാവുന്നില്ല. എനിക്ക് അതുപോലെ ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ഇത്തവണത്തെ ട്രീ സെറ്റ് ചെയ്തതും ഉണ്ടാക്കിയ ട്രീയും സെറ്റ് ചെയ്ത ട്രീ. അപ്പം അതിൻ്റെ ചോട്ടിൽ പോയിരുന്നത് ഇതുപോലൊരു സെൽഫിയൊക്കെ എടുത്തേ. അപ്പം അതുപോലെ നമ്മൾ സൂക്ഷിച്ചെല്ലാം എടുത്ത് കീപ്പ് ചെയ്ത് വെച്ച് ഇനി ഇത് നാളെ ആകുമ്പോഴത്ത് മാറ്റണ്ടേ. ന്യൂ ഇയറും കഴിഞ്ഞാൽ എല്ലാം തീരുന്നില്ല, എല്ലാം എടുത്ത് മാറ്റണ്ടേ. അപ്പോൾ എൻ്റെ തലേ ദിവസം വന്ന വീട്ടിലെ കരോളാട്ടോ. കൊച്ചു പിള്ളേരായിരുന്നു. കരോളും കേക്കും ഒക്കെ ആയിട്ട് ആകെ മൊത്തം ഒരു ബഹളം പിടിച്ച ദിവസമായിട്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് മാന്നാനം പള്ളിയാണേ. അവിടുത്തെ രാവിലത്തെ വ്യൂ കേട്ടോ. അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇവിടെ മാത്രമല്ല, കോട്ടയത്ത് ഫുള്ള് നമ്മൾ നൈറ്റ് ടൗണിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായി ലൈറ്റൊക്കെ ഇട്ട്. അപ്പം ഇതൊക്കെ ഇന്നും കൂടെ പിന്നെ അങ്ങനെ ഇത് രാവിലെയായി. ഞാനും അച്ഛനും കൂടെ രാവിലെ പോയി ഇറച്ചി മേടിക്കാനുള്ള നിപ്പാണ് നിൽക്കുന്നത്. ഞാൻ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന. അച്ഛനാണ് നമ്മുടെ അടുത്ത കൊടയമ്പടിയിലെ ബെനിച്ചേട്ടൻ്റെ കട. അവിടെ പോയി ഇന്ന് ബീഫാക്കിയേക്കാന്ന് വെച്ചു. ബീഫും മീൻകറി. തലേന്ന് തന്നെ അമ്മ മീൻകറിയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കോട്ടയംകാർക്ക് പിന്നെ തലേദിവസം മീൻകറി വെച്ച് ആ മീനിൻ്റെ നന്നായിട്ട് അങ്ങ് പുളി ഇറങ്ങണം, എന്നാലേ ചോറിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കിനും രുചി ശരിക്കും അറിയത്തുള്ളൂ. അങ്ങനെ മീൻകറിയൊക്കെ വൈകിട്ട് തന്നെ സെറ്റാക്കിയേക്കായിരുന്നു. പിന്നെ രാവിലെ തന്നെ ഇറച്ചി മേടിക്കാനുള്ള നിപ്പ അച്ഛനാട്ടോ പോയി നിൽക്കുന്നത്. ഞാൻ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ബീഫാണേ. ചിക്കൻ നമുക്ക് മിക്കവാറും ഞായറാഴ്ചകളിൽ മേടിക്കണമല്ലേ. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ബീഫ് അങ്ങോട്ടാക്കിയേക്കാന്ന് വെച്ച്. ബീഫും കപ്പയും എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ക്രിസ്മസ്. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് മടുത്തല്ലാണ്ട് ഒരു കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ അച്ഛൻ ലാസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു. നമുക്കറിയുന്ന ആളായതുകൊണ്ട് ചെറിയ പരിഗണന അവർ തരാതിരുന്നില്ല, തന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ഇതിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ ഉച്ചയൂണിന് നേരമായി. ബീഫും ഒരു കാഴ്ചയതും നല്ല കുടംപുളി ഇട്ടെടുത്ത തലേ ദിവസത്തെ മുളകിലിട്ട മീൻകറി ഉണ്ടല്ലോ, കോട്ടയംകാരുടെ മീൻകറി, അതും പപ്പടവും ചൾറാസും, പിന്നെ സൈഡിലായിട്ട് 2 ലാർജും, പിന്നെ കുറച്ച് പ്ലം കേക്കും. ഇതൊക്കെ ഇല്ലാണ്ട് എന്നാ ആഘോഷമല്ലേ. കോട്ടയംകാർക്ക് പിന്നെ കുപ്പി ഇല്ലാണ്ട് ഒരു പരിപാടിയും നീങ്ങത്തില്ലെന്നേ. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ കൊച്ചു ക്രിസ്മസ്. 2025 കുഞ്ഞ് ക്രിസ്മസ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും മേരി ക്രിസ്മസ് ഇല്ല, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഓക്കെ, ബൈ.